തിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ അത് ഡ്രഡ്ജർ ഷിരൂരിലെ അഴിമുഖത്ത് എത്തിക്കും. വേലിയിറക്ക സമയത്ത് ഗംഗാവലി പുഴയിൽ ഇറക്കാനാണ് തീരുമാനം. ഷിരൂർ അഴിമുഖത്ത് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, ഡ്രഡ്ജർ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ അഴിമുഖത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ബൈജു, ഈ വേലിയിറക്കത്തിൽ മാത്രമാണോ ആ പാലത്തിനടിയിലൂടെ ആ ഡ്രഡ്ജർ നീക്കാൻ കഴിയൂ? തീർച്ചയായും എൽദോ, ഇപ്പോൾ തത്സമയം ദൃശ്യം കാണുന്നത് ഈ ഡ്രഡ്ജർ കാർബാറിൽ നിന്നും ഇന്നലെ രാത്രി 12 മണിയോട് പുറപ്പെട്ട് ഈ ശിരൂർ അഴിമുഖത്ത് എത്തിയ അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഒരു പാലമാണ്. ആ പാലം ഇനി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു റെയിൽവേ പാലം കൂടി ഉണ്ട്. ആ റെയിൽവേ പാലത്തിൽ വേലി ഇറക്കിയ സമയത്ത് അകത്ത് കടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴുള്ള പാലത്തിനരികിലേക്കാണ് ഇപ്പോൾ ഡ്രഡ്ജർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു 5 കിലോമീറ്റർ മാത്രം ഇനി ഗംഗാവലി പുഴയിലേക്കുള്ളൂ എന്നതാണ് ഏറ്റവും പ്രത്യേകത. കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്നും പുറപ്പെട്ട് കാർവാർ തുറമുഖത്തായിരുന്നു ഇതാദ്യം എത്തിയത്. പിന്നീട് കാർവാർ തുറമുഖത്ത് നിന്നും ഇന്നലെ രാത്രി 12 മണിയോടുകൂടി പുറപ്പെട്ടാണ് ഇപ്പോൾ ഈ സമയം ഗംഗാവലി പുഴയിലേക്ക് എത്തുന്നത്. എന്തായാലും വളരെ വേഗത്തിലാണ് ഈ ഡ്രഡ്ജർ ഇവിടെ എത്തുന്നതെന്ന് പറയേണ്ടി വരും. ഇവർ പറഞ്ഞതിനും നിശ്ചയിച്ചതിനും നേരത്തെ തന്നെ എത്തി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ആ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് ശിരൂർ അഴിമുഖത്ത് നിന്നും ഉള്ള തത്സമയ ദൃശ്യം. ഇന്ന് ഈ ഡ്രഡ്ജർ എത്തിയാൽ പ്രധാനമായും ഇത് ഈ ടഗ് ബോട്ടുമായി ഘടിപ്പിച്ച് മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുക മാത്രമേ ചെയ്യൂ. നാളെ രാവിലെ 7 മണി മുതലായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് പരമാവധി ശിരൂർ ഈ ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആ പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. 2 പാലങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ ആദ്യത്തെ പാലമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് കടന്ന് മുന്നോട്ട് പോയാൽ ഇനി ഒരു റെയിൽവേ പാലം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് 4 മണിക്കായിരിക്കും നേരത്തെ ഈ ഡ്രഡ്ജർ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് വേലിയിറക്ക സമയത്ത് പോകുമെന്നാണ്. പക്ഷേ കാലാവസ്ഥ വളരെ അനുകൂലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇത് ശിരൂർ ഗംഗാവലി പുഴയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ഡ്രഡ്ജർ എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഈ 3ാം ഘട്ട തിരച്ചിൽ ഏറ്റവും പ്രധാനം ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തന്നെയാണ്. മണ്ണ് പ്രധാനമായി നീക്കുക, ഒപ്പം ഈ ലോറി കണ്ടെത്തുക, ലോറിക്കകത്ത് ക്യാബിൻ പരിശോധിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനം. ഇത് അവസാനഘട്ട തിരച്ചിൽ കൂടിയാണെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1 കോടിയോളം രൂപ ചെലവിട്ട ആ ഡ്രഡ്ജറാണ്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം ഇവിടെ നിന്നും കാണുന്നത്. എന്തായാലും നാളെ മുതലേ തിരച്ചിൽ ഉണ്ടാകൂ എന്ന ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. NDRFന്റെയും SDRFന്റെയും ഒക്കെ സേവനം ഈ തെരച്ചിലുണ്ടാകും എന്നും പറയുന്നുണ്ട്. ഷിരൂരിൽ അഴിമുഖത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ഡ്രഡ്ജർ അത് ഷിരൂരിലെത്തി. അവിടെ അഴിമുഖത്തിന്റെ ഭാഗത്താണ്. ഇനി ആ പാലം ക്രോസ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് ഒരു റെയിൽവേ പാലം കൂടിയുണ്ട്. അതും കടന്നു വേണം ആ ഗംഗാവലി പുഴയുടെ സ്പോട്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ലോറി ഉണ്ട് എന്ന് സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ഇടത്തെത്തി മണ്ണ് നീക്കി പരിശോധന നടത്താൻ KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, എനിക്ക് തോന്നുന്നു ആ പാലത്തിലേക്ക് അനായാസം നീങ്ങുന്നുണ്ട്. അതുവഴി സ്ഥിരം ഈ ഡ്രഡ്ജറിന്റെ സൈസിലുള്ള ബോട്ടൊക്കെ നീങ്ങുന്ന ഒരു പാലം കൂടിയല്ലേ? അപ്പോൾ ഇവിടെ ഒരു തടസ്സത്തിന് സാധ്യതയില്ലല്ലോ. ഈ പാലം പ്രധാനമായും ഈ ആദ്യ പാലം അത്ര പ്രയാസകരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഡ്രഡ്ജറിന്റെ പോക്കും നമുക്ക് ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാലം കടന്ന് ഇപ്പോൾ തന്നെ അത് മുന്നോട്ട് പോകും. പക്ഷേ അപ്പോഴും ഈ റെയിൽവേ പാലമുണ്ട്. ആ പാലം ഇതിനേക്കാളും കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആ പാലത്തിൽ വേലിയിറക്കത്തെ സമയത്ത് കടന്നു പോകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അത് ഇനി ഇപ്പോൾ ഒഴുക്കൊക്കെ കുറയുകയാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ നേരിട്ട് ഗംഗാവലി പുഴയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ പാലത്തിന് അരികിൽ ഇപ്പോൾ ഇത് ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട്. ഇനി പാലം കടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് അല്പസമയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പാലത്തിനരികിലേക്ക് ടഗ് ബോട്ട്, ഡ്രഡ്ജർ കൊണ്ടുള്ള ടഗ് ബോട്ട് എത്തുന്നതാണ്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇത് ഇവിടെ എത്തിച്ചതെന്ന് വേണം
പറയാൻ. എന്തായാലും അതിന്റെ യന്ത്രമൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു നമുക്ക് കാണാം. ഒരു പക്ഷേ അവിടെ നങ്കൂരമിട്ടേക്കാം, അതല്ലെങ്കിൽ ഈ പാലവും കടന്ന് റെയിൽവേ ക്രോസിംഗിനടുത്തുള്ള പാലത്തിൽ ഇന്ന് നിർത്തിയിട്ടേക്കാം. അനുകൂലമായ കാലാവസ്ഥ അനുസരിച്ച് അത് ഗംഗാവലി പുഴയിലേക്ക് കൊണ്ടുപോയേക്കാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതൊക്കെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഇപ്പോൾ ആ പാലത്തിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ടില്ല, ആ പാലത്തിന് അരികിലായി തന്നെ അത് ഡ്രെഡ്ജർ എത്തി അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമാവും. എന്തോ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം ആ പാലത്തിലേക്ക് ആ ഡ്രെഡ്ജർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ പാലത്തിനോട് ചേർന്നു ബൈജു. ഒപ്പം തന്നെ രണ്ട് സംവിധാനങ്ങൾ കാണുന്നുണ്ടല്ലോ. മുമ്പിൽ പോയതല്ലേ ഡ്രെഡ്ജർ, പിന്നിൽ പോകുന്നത് തീർച്ചയായും അതിനൊപ്പം മറ്റൊരു ബോട്ട് കൂടി ഉണ്ട്. അവരുടെ സംഘമാണ്, അത് ഡ്രെഡ്ജർ പ്രവർത്തിക്കുന്ന സംഘം ഉൾപ്പെടെയുള്ളവരാണ് ഗോവയിൽ നിന്നും പുറപ്പെട്ടിരുന്നത്. ആ ബോട്ടാണ് അതിന് കൂടെയുള്ളത്. ഒപ്പമായി ടഗ് ബോട്ടിൽ ഡ്രെഡ്ജർ സ്ഥാപിച്ചുള്ള ബോട്ട്, അങ്ങനെ 2 ബോട്ടുകളായിലാണ് ഇവർ ഗോവയിൽ നിന്നും പുറപ്പെട്ടത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവർ ഇവിടെ എത്തുന്നത്, ഗംഗാവലി പുഴയിലേക്ക് അടുക്കുന്നത്. എന്നാലും ആ പാലം കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള തിര ഇല്ല എന്ന് തന്നെയാണ്. പുഴ വളരെ ശാന്തമായി തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യ പാലം ഇന്ന് കടക്കും എന്ന് വേണം പറയാൻ. ഇനി റെയിൽവേ പാലം, അതാണ് അടുത്ത വെല്ലുവിളി. ആ പാലം കൂടി കടന്നാൽ വളരെ എളുപ്പത്തിൽ ഗംഗാവലി പുഴയിലേക്ക് ഈ ഡ്രെഡ്ജർ എത്തും. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഡ്രെഡ്ജർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കടക്കും. നേവിയുടെ ഒരു സംഘം ഇപ്പോൾ ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇനി തെരച്ചിൽ നടത്തേണ്ടത്, ഈ ലോറി എങ്ങനെ കണ്ടെത്തണം എന്നൊക്കെ കുറിച്ചുള്ള ലോറിയുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ലോറി പുറത്തേക്ക് എടുക്കുകയാണ് പ്രധാനം. അതിനായുള്ള ഒരു ദൌത്യമായിരിക്കും നാളെ ഉണ്ടാവുക. എന്തായാലും ഈ ഡ്രെഡ്ജർ ഈ തെരച്ചിലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാണ്. 2-3 ദിവസം കൊണ്ട് തന്നെ ലോറി പുറത്തേക്കെടുക്കാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ ദിവസം ഈ ഡ്രെഡ്ജർ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇത് കടലിലൊക്കെ വലിയ മണ്ണും ഇത്തരത്തിൽ പൂഴിയൊക്കെ നീക്കുന്ന ഒരു ഡ്രെഡ്ജറാണ്. വളരെ അത്തരത്തിലുള്ള വിദഗ്ധരായ തൊഴിലാളികളും അതിനൊപ്പമുണ്ട്. എന്തായാലും ആ ഡ്രെഡ്ജർ ഗംഗാവലി പുഴയിൽ എത്തിക്കുകയാണ് ഇനിയുള്ള സമയങ്ങളിലെ വെല്ലുവിളി. അത് അവിടെ എത്തിച്ചാൽ പിന്നീട് വളരെ എളുപ്പത്തിൽ ഈ ലോറി കണ്ടെത്താനാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായാലും ഈ പാലം, ഒന്നാമത്തെ പാലം റോഡ് പാലമാണ്, അത് ഇതുവരെ കടന്നിട്ടില്ല. അതിന് അരികിലായി തന്നെ ഡ്രെഡ്ജർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പാലം കടന്നാൽ രണ്ടാമത്തെ പാലം അത് 4 മണിക്ക്, അതായത് വേലിയിറക്ക സമയത്ത് കടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതാണ് ഇനി ഏറ്റവും നിർണായകം. ഇന്ന് തന്നെ ഈ ഡ്രെഡ്ജർ ഗംഗാവലി പുഴയിലെത്തുമോ? ഇനി 3-4 കിലോമീറ്റർ മാത്രം ആണ് ദൂരമുള്ളത്. ഇത്രയും ദൂരം താണ്ടി ഗോവയിൽ നിന്നും എത്തിയ ഡ്രെഡ്ജറാണ്. നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനൊപ്പം മറ്റൊരു ബോട്ടും 2 ബോട്ടുകളിലായി ഇവരുടെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇനി ആ ബോട്ട് അവിടെ സ്ഥാപിച്ച് ഈ ലോറി കണ്ടെത്തിയ സ്ഥലം, നേരത്തെ കണ്ടെത്തിയ സ്ഥലം, ലോറിയുടെ ആ സ്ഥലത്ത് തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് മണ്ണ് നീക്കി ലോറിക്കരികിലെത്തി ക്യാബിൻ പരിശോധിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അത് ഇനി അല്ലെങ്കിൽ ലോറി പുറത്തേക്ക് ബൈജു ഇപ്പോൾ നമ്മോടൊപ്പം ജിതിൻ, ഡ്രെഡ്ജർ ഗംഗാവലി പുഴ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്, അഴിമുഖത്ത് നിന്ന് നീങ്ങുകയാണ്. അപ്പം എന്തായാലും നമുക്ക് പ്രതീക്ഷ വെക്കാം ഇന്ന് തന്നെ അവിടേക്ക് എത്താൻ കഴിയും, നമ്മൾ കരുതുന്ന സ്പോട്ടിലേക്ക് എത്തി അവിടെ തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന്. ജിതിൻ, എന്താണ് പ്രതീക്ഷിക്കുന്നത്? എപ്പോഴത്തേക്ക് ഈ തെരച്ചിലൊക്കെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ നൽകുന്ന ഒരു സൂചന? തീർച്ചയായിട്ടും നമ്മൾ കരുതിയ രീതിയിലുള്ള ഒരു പ്രയാസം ഇപ്പോൾ അതിന് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട്. ഈ ഗംഗാവലി ഈ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് തന്നെ ഈ ഡ്രെഡ്ജർ എത്തിയിട്ടുണ്ട്. ഇനി ഇനി ഇവിടുന്ന് അല്പദൂരം കൂടിയുള്ളൂ, ഇപ്പോൾ 6-7 കിലോമീറ്റർ ദൂരം കൂടി ഇനി ഈ സ്പോട്ടിലേക്കുള്ളൂ. അപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നത് അവിടെ സ്ഥാപിച്ച് നാളെ മുതൽ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള എല്ലാ സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതായത് ആ ഡ്രെഡ്ജർ ഇപ്പോൾ കടന്നു പോകുന്ന പാലത്തിന് സമീപം അർജുനുണ്ട് അല്ലേ? ജിതിനുണ്ട്. ഞാനിവിടെ ഉണ്ട്. ക്ഷമിക്കണം ജിതിന്, അവിടെ എങ്ങനെയാ ഹൈറ്റ് ഒരു പ്രശ്നമല്ലല്ലോ പാലത്തിന്? വളരെ അനായാസം ആ ഡ്രെഡ്ജർ കടന്നു പോകില്ലേ? ഇപ്പോൾ മനസ്സിലാകുന്ന കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇനിയിപ്പം എന്താണെന്ന് അറിയില്ല. അവരവിടെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ഒരു പ്രാദേശികമായിട്ടുള്ള ഭരണകൂടത്തിന്റെ ഹെൽപ്പും സഹായം കിട്ടുന്നുണ്ടോ? ഇപ്പോൾ വന്ന ശേഷം ഈ ഡ്രെഡ്ജർ എത്തിക്കുന്നു, നിങ്ങൾ ഈ വന്ന ശേഷം, ഇത്തവണ എത്തിയ ശേഷം? ഇല്ലില്ല, അങ്ങനെ നമുക്ക് ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പൊന്നും, മാധ്യമങ്ങൾ കൂടെയുള്ള ഇൻഫർമേഷൻ തന്നെ നമുക്കും ഉള്ളൂ. അവിടെ ആരുമില്ല, ഒഫീഷ്യലി ആരുമില്ല? ഇവിടെ ഉണ്ട്, നമ്മുടെ മഞ്ചേശ്വരം MLA AK മഷ്റഫ് സാർ ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്.
അത് ഓക്കെ, അത് നമ്മൾ കേരളത്തിൽ നിന്ന്, ഞാൻ ചോദിക്കുന്നത് കർണാടകയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അവിടെ ഉദ്യോഗസ്ഥരോ അങ്ങനെ ആരെങ്കിലും അവിടെ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെ കുറിച്ച് എനിക്ക് ഔദ്യോഗികമായിട്ട് അറിയിപ്പൊന്നുമില്ല. അവരാരും ആ സ്ഥലത്ത് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അല്ലെ, കാണാൻ കഴിഞ്ഞില്ല. ഇല്ല, ശരിക്കും പറഞ്ഞാൽ അവരിപ്പോ അവിടെ വരേണ്ട ആവശ്യകത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നേവിയുടെ സോണാർ പരിശോധനയും പിന്നെ അടിയൊഴുക്ക് പരിശോധനയും എല്ലാമാണ് ഇനി നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഘട്ടം വിശദീകരിച്ചിരുന്നു നിങ്ങളോട്? ഇല്ലില്ല, അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ, ഔദ്യോഗികമായിട്ട് നമുക്ക് ഒരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഓക്കെ, വീട്ടിൽ നിന്ന് ഇനി ആരെങ്കിലും വരാനുണ്ടോ ജിതിൻ? അർജുന്റെ അനിയൻ വരുന്നുണ്ട്, ഇന്ന് വരും. അനിയൻ വരുന്നുണ്ട്? അതെ അതെ അതെ, അനിയൻ കസിൻ എല്ലാം വരുന്നുണ്ട്. ആണല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ആ പ്രതീക്ഷ തന്നെ, ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഉറപ്പായി. എന്തായാലും ഇത്തരം ഒരു വലിയ യാതനയുടെ ദിവസങ്ങളിൽ ഇത്രയും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉൾക്കൊള്ളാനും മറികടക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഉള്ള ഒരു ഐക്യദാർഢ്യം അറിയിക്കുകയാണ് ജിതിൻ. എന്താണെങ്കിലും ഈ പോരാട്ടം അത് ഇത്രയും എത്തിച്ചതിലും ഒരുപാട് സന്തോഷം. അർജുന് വേണ്ടി ഒരു നാടൊന്നാകെ നമ്മളെല്ലാവരും കാത്തിരുന്നതാണ്. സന്തോഷം പ്രതികരിച്ചത്. താങ്ക് യു ജിതിൻ. കെ വി ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ജിതിൻ സൂചിപ്പിച്ചതുപോലെ അവിടെ അനായാസം കടക്കുമെന്ന് കരുതുന്നു. ഇന്ന് ഡ്രഡ്ജർ അവിടെ എത്തിയാൽ തന്നെ ഇന്ന് അത് പൊസിഷൻ ചെയ്യുക, അവിടെ അതിനുള്ള നിലയുറപ്പിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കില്ലേ ഇന്നത്തെ ഒരു ശ്രമം? തീർച്ചയായും എൽദോ, ഈ ആദ്യ പാലം കടക്കുക എളുപ്പമാണെന്ന് നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ പാലമാണ് പ്രതിസന്ധിയുള്ളത്. അത് റെയിൽവേ പാലമാണ്. അത് വളരെ ചെറിയ സ്പാനുള്ള ഒരു പാലമാണ്. അത് ഇനി